ആവസിക്കട്ടെ ആവസിക്കട്ടെ അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ 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 അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ വ്യാപരിക്കട്ടെ വ്യാപരിക്കട്ടെ സർവേശ ദൈവാരൂപി വ്യാപരിക്കട്ടെ 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 സർവേശ ദൈവാരൂപി വ്യാപരിക്കട്ടെ ആവസിക്കട്ടെ ആവസിക്കട്ടെ അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ യേശുവിനോടുള്ള സ്നേഹം നിങ്ങൾക്ക് വർദ്ധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ സ്നേഹം കൊണ്ട് ഇത് കേൾക്കുന്ന എല്ലാ മക്കളും നിറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഹൃദയത്തിൽ കർത്താവിനോടുള്ള സ്നേഹവും ബഹുമാനവും ഭക്തിയും വർദ്ധിക്കട്ടെ. നമുക്ക് വേണ്ടി കർത്താവ് ഏകജാതനെ നൽകി. നമുക്ക് വേണ്ടി ഈശോ ബലിയായിത്തീർന്നു. അവൻ്റെ ബലിയിൽ നമ്മൾ രാജകീയ പുരോഹിത ഗണമായി. അവൻ്റെ ബലിയർപ്പണത്താൽ നമ്മൾ പുരോഹിത ജനമായി, വിശുദ്ധ ജനമായി. നമുക്ക് അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കാൻ മനോധൈര്യം കിട്ടി. മക്കളെ, നന്നായിട്ടിപ്പോൾ പ്രാർത്ഥിക്കണം. ഇപ്പോഴാ തീ കൊളുത്തപ്പെടും. ദൈവം ബലിപീഠത്തിൽ ആദ്യം കൊളുത്തിയ ആ തീ, ആ ഒറിജിനൽ ഫയർ, അത് ഹൃദയത്തിൽ കൊളുത്തപ്പെടും. രണ്ട് കരങ്ങളും നന്നായിട്ട് ഉയർത്ത്. ഇനി പ്രാർത്ഥന തീരുന്നത് വരെ നിങ്ങൾ ആരെയും ശ്രദ്ധിക്കരുത്, ആരെയും നോക്കരുത്. പ്രിയപ്പെട്ട മക്കളെ, ആഗ്രഹിക്കണം, കർത്താവേ, ഒരു സമാഗമ കൂടാരമായി അങ്ങ് മാറി ഇനി ഒരു സമാഗമ കൂടാരമായി ഞാൻ മാറണം. അങ്ങൊരു സമാഗമ കൂടാരമായി മാറി ഞാനൊരു സമാഗമ കൂടാരമായി മാറട്ടെ. കരങ്ങൾ ഉയർത്തി. പ്രിയപ്പെട്ട മക്കളെ, ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ, പരിശുദ്ധാത്മാഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ, പ്രാർത്ഥന വരം കിട്ടാൻ ആഗ്രഹിക്കുന്നവർ, കൃപയുടെ വഴിയെ നടക്കാൻ ആഗ്രഹിക്കുന്നവർ, ഒരു പടി കൂടി വളരാൻ ആഗ്രഹിക്കുന്നവർ, ഇനി നിങ്ങൾ ആരെയും ശ്രദ്ധിക്കരുത്. എല്ലാം മറന്ന് തിരുവചനത്തിൽ കർത്താവ് വെളിപ്പെടുത്തിയ എല്ലാ രഹസ്യങ്ങളും ഹൃദയത്തെ സ്വീകരിച്ച് കർത്താവെ ആത്മീയമായി വളരാൻ സാധിക്കണം. ഹൃദയം തുറന്ന് അതരം തുറന്ന് സ്തുതിക്കട്ടെ. ഹാലലുയ 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 ഹാലലുയ. നാവിൻ്റെ കെട്ട് അഴിയട്ടെ, ഹൃദയത്തിൻ്റെ ബന്ധനങ്ങൾ അഴിയട്ടെ, മനസ്സിൻ്റെ ഭാരങ്ങൾ വിട്ടുപോകട്ടെ, ഹൃദയത്തിലേക്ക് ദൈവാത്മാവ് ഇറങ്ങി വരട്ടെ. ആ ആദിമ അഗ്നി, ആ ആദിമ അഗ്നി, ആ ഒറിജിനൽ ഫയർ കർത്താവെ ഹൃദയങ്ങളിൽ ഇപ്പോൾ ആളിക്കത്തട്ടെ. ഇപ്പോൾ വലിയ അഭിഷേകമായി തീ ഇറങ്ങി കത്തി നിൽക്കട്ടെ. വലിയ അഭിഷേകമായി അഗ്നി ഇറങ്ങി വരട്ടെ. പരിശുദ്ധാത്മ അഭിഷേകം ഇറങ്ങി വരട്ടെ. സമാഗമ കൂടാരങ്ങളായി ഞങ്ങൾ മാറട്ടെ. യേശുവിൻ്റെ ബലിയുടെ യോഗ്യതയാൽ സമാഗമ കൂടാരങ്ങളായി ഞങ്ങൾ മാറട്ടെ. അതരം തുറന്ന് സ്തുതിക്കുന്നു. സകല ബന്ധനങ്ങളും, സകല രോഗങ്ങളും, സകല ഭാരങ്ങളും, ആകുലതകളും, കെട്ടുകളും നസ്രാനായ യേശുവിൻ്റെ നാമത്തിൽ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മന്ത്രവാദ ശക്തികൾ, ആഭിചാര ശക്തികൾ നിർവീര്യമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ ആശയങ്ങൾ, തത്വചിന്തകൾ, വ്യർത്ഥമായ ആലോചനകൾ യേശുവിന്റെ നാമത്തിൽ നിർവീര്യമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവ് നട്ടതല്ലാത്ത ചെടികളെല്ലാം യേശുവിന്റെ നാമത്തിൽ പിഴുതെറിയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയങ്ങൾ കത്തി ജ്വലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശരീരങ്ങളിൽ അഗ്നി ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബലിയുടെ അഭിഷേകം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തിയുടെ അഭിഷേകം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാവിന്റെ കെട്ട് അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശരീരത്തിന്റെ ബന്ധനങ്ങൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയം തീ പിടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉച്ചത്തിൽ വിളിക്കുന്നു ഈശോയെ, ഉച്ചത്തിൽ വിളിക്കുന്നു ഈശോയെ. ഉച്ചത്തിൽ വിളിക്കുന്നു ഈശോയെ. കരങ്ങളടിച്ച് കണ്ണുകൾ അടച്ച് പാടി പ്രാർത്ഥിക്കണം. ആരും കണ്ണു തുറക്കണ്ട. ഈശോയെ ഇറങ്ങി വരണേ എന്ന് പ്രാർത്ഥിക്കേ. ആത്മാവിന്റെ അഗ്നി ജ്വലിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കേ. ഹൃദയങ്ങൾ കത്തി ജ്വലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കേ. ശരീരത്തിന്റെ മേൽ അഭിഷേകം ഇറങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കേ. സമാഗമ കൂടാരങ്ങളായി മാറാൻ കൃപയൊഴുകണേ എന്ന് പ്രാർത്ഥിക്കും. ജ്ഞാനം തരണേ എന്ന് പ്രാർത്ഥിക്ക്. കർത്താവേ, അടഞ്ഞിരിക്കുന്ന എല്ലാ ഹൃദയങ്ങളും തുറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ശക്തി നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നന്നായിട്ട് കരങ്ങളടിച്ച് അഭിഷേകം ദിവ്യകാരുണ്യത്തിൻ അഭിഷേകം, അഭിഷേകം അഭിഷേകം ദിവ്യകാരുണ്യത്തിൻ അഭിഷേകം, അഭിഷേകം അഭിഷേകം ദിവ്യകാരുണ്യത്തിൻ
അഭിഷേകം 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 യേശുവിൻ ബലിയുടെ അഭിഷേകം 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 യേശുവിൻ ബലിയുടെ അഭിഷേകം തിരുമാംസനിണം പകരുന്നു സാത്താൻ തകർന്നു വീഴുന്നു മക്കൾ മോചിതരാകുന്നു ബലിയുടെ യോഗ്യത പകരുന്നു ബലിയുടെ യോഗ്യത പകരുന്നു അഭിഷേകം അഭിഷേകം ദിവ്യകാരുണ്യത്തിൻ്റെ അഭിഷേകം 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 ദിവ്യകാരുണ്യത്തിൻ്റെ അഭിഷേകം 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 യേശുവിൻ ബലിയുടെ അഭിഷേകം 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 യേശുവിൻ ബലിയുടെ അഭിഷേകം കാൽവരി മലയിൽ പകരപ്പെട്ട അഭിഷേകം, തിബേരിയാസിന്റെ തീരത്തിറങ്ങി വന്ന അഭിഷേകം, എമ്മാവൂസിലെ കൃപാന അഭിഷേകം, സെഗിയോൻ ശാലയിൽ പകർന്ന അഭിഷേകം. കർത്താവേ, ഈ കൂട്ടായ്മയിൽ അങ്ങ് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കൂട്ടായ്മയിൽ അങ്ങ് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തി അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യത്തിന് അഭിഷേകം അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്നായിട്ട് കരങ്ങളടിച്ച് കണ്ണടച്ച് പാടി പ്രാർത്ഥിച്ച് സെഗിയോൻ ശാലയിൽ പകർന്നൊരഭിഷേകം, കാൽവരി മലയിൽ കുരിശിലെ അഭിഷേകം. സെഗിയോൻ ശാലയിൽ പകർന്നൊരഭിഷേകം, കാൽവരി മലയിൽ കുരിശിലെ അഭിഷേകം. എമ്മാവൂസിലെ കുർബാന അഭിഷേകം, തിബേരിയാസിൻ തീരത്തെ അഭിഷേകം. എമ്മാവൂസിലെ കുർബാന അഭിഷേകം, തിബേരിയാസിൻ തീരത്തെ അഭിഷേകം. കുർബാന അഭിഷേകം, ബലിയുടെ അഭിഷേകം. പകരണമേ പകരണമേ ഞങ്ങളിൽ ഇപ്പോൾ പകരണമേ 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 ഞങ്ങളിൽ ഇപ്പോൾ പകരണമേ. അഭിഷേകം അഭിഷേകം ദിവ്യകാരുണ്യത്തിൻ്റെ അഭിഷേകം 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 ദിവ്യകാരുണ്യത്തിൻ്റെ അഭിഷേകം 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 യേശുവിൻ ബലിയുടെ അഭിഷേകം 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 യേശുവിൻ ബലിയുടെ അഭിഷേകം നാവിന്റെ കെട്ട് അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, എല്ലാ ഹൃദയങ്ങളും തീപിടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, പ്രാർത്ഥനാ വരങ്ങൾ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, വചനത്തിന് അഭിഷേകം ഇറങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ജ്ഞാനം ഹൃദയങ്ങളിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, യഥാർത്ഥ ദൈവാരാധനയിലേക്ക് ദൈവമക്കൾ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഉച്ചത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയമക്കളെ, നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഒരു ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ച, അതിന് ഈ സമാഗമ കൂടാരം എങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്നത്. അപ്പം ഇനി നമ്മുടെ ജീവിതമാണ് ഈ സമാഗമ കൂടാരം. നമുക്കുണ്ടാവുന്ന ദൈവാനുഭവമാണ് ഈ സമാഗമ കൂടാരം. അതിനെ നമ്മൾ അങ്ങനെ വ്യാഖ്യാനിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിലേക്ക് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. കാരണം ആത്മീയ വളർച്ച ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങൾക്ക് കുറച്ച് അനുഗ്രഹം മാത്രം മതിയെങ്കിൽ നിങ്ങൾ ഇരുന്ന് ഉറങ്ങണം. നിങ്ങൾക്ക് ആത്മീയ വളർച്ച ലക്ഷ്യമാണെങ്കിൽ നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം.
ഇത് അതീവ രഹസ്യങ്ങൾ, നിഗൂഢമായ രഹസ്യങ്ങളാണ്. ഇതെല്ലാം ഇതിനകത്തുണ്ട്. പക്ഷെ അതിനെ അടുക്ക് ചിട്ടയോടെ മനസ്സിലാക്കാൻ പരിശുദ്ധാത്മാവ് സഹായിച്ചാൽ നമ്മളെ ദൈവം ഒത്തിരി വളർത്തും. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ. ഇരിക്കെ. ഇവിടെ പ്രിയപ്പെട്ടവര്, സമാഗമ കൂടാരത്തിന് 3 ഭാഗമുണ്ട്. ആ 3 ഭാഗം എന്ന് പറയുന്നത് പുറത്തെ പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. ഇങ്ങനെ 3 ഭാഗങ്ങൾ സമാഗമ കൂടാരത്തിന് ഉണ്ട്. അങ്ങനെ സമാഗമ കൂടാരത്തിൻ്റെ ഈ 3 ഭാഗങ്ങൾ മനുഷ്യൻ്റെ 3 ഭാവങ്ങളാണ്, അല്ലെങ്കിൽ മനുഷ്യ ജീവിതത്തിൻ്റെ 3 മേഖലകളാണിത്. പുറത്തെ പ്രാകാരം, അതിൻ്റെ പേരാണ് ശരീരം. വിശുദ്ധ സ്ഥലം, അതിൻ്റെ പേരാണ് മനസ്സ്. അതിവിശുദ്ധ സ്ഥലം, അതിൻ്റെ പേരാണ് ആത്മാവ്. ഇനി എന്നെ ശ്രദ്ധിക്കുക. യഥാർത്ഥ ആത്മീയത, യഥാർത്ഥ ദൈവാനുഭവം അത് നടക്കുന്നത് ആത്മാവിലാണ്. ശരിക്കും ദൈവം ഇറങ്ങി വരുന്നത് അതിവിശുദ്ധ സ്ഥലത്ത് മാത്രമാണ്. ആണല്ലോ? ശരിക്കും ദൈവാനുഭവം അതിവിശുദ്ധ സ്ഥലത്ത് മാത്രമാണ്. വിശുദ്ധ സ്ഥലവും പുറത്തെ പ്രാകാരവും അതിനുള്ള ഒരുക്കങ്ങൾ മാത്രമാണ്. കേറി വഴി, സത്യം, ജീവൻ. ഈ ജീവനിലാണ്, ആത്മാവിലാണ് ദൈവാനുഭവം. ഇന്ന് നമുക്ക് സംഭവിച്ച വലിയ ഒരു അപകടം, നമ്മൾ ഈ ആത്മാവിലെത്തുന്നതിന് പകരം മനസ്സ് വരെ എത്തിയിട്ട് മനസ്സിലാണ് ചിന്ത, വികാരങ്ങൾ, അത് മനസ്സാണ്. നമ്മൾ ആത്മാവിലെത്തുന്നതിന് പകരം ഈ വിശുദ്ധ സ്ഥലം വരെ എത്തിയിട്ട് നമ്മൾ ദൈവത്തെക്കുറിച്ച് കുറച്ച് ചിന്തിച്ചു, കുന്തിരിക്കം പുകഞ്ഞു, കുറച്ച് പ്രാർത്ഥിച്ചു, അപ്പം വെച്ചു, നമ്മൾ ദൈവത്തിന് നന്ദി പറഞ്ഞു, വിളക്ക് കത്തി, ദൈവത്തെക്കുറിച്ച് നമ്മൾ ഓർത്തു. അപ്പൊ ഈ സമയത്ത് നമുക്ക് കുറച്ച് വൈകാരിക അനുഭവങ്ങൾ ഉണ്ടായി. വൈകാരിക അനുഭവം, ഇമോഷണൽ എക്സ്പീരിയൻസ് കിട്ടി. അപ്പൊ നമ്മൾ വിചാരിച്ചു നമ്മൾ ദൈവത്തെ അനുഭവിച്ചു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ കണ്ടുമുട്ടുന്ന മഹാഭൂരിപക്ഷം വിശ്വാസികളുടെ അവസ്ഥ വൈകാരിക അനുഭവത്തെയാണ് അവർ ദൈവാനുഭവമായി തെറ്റിദ്ധരിച്ചത്. വൈകാരിക അനുഭവം വിശുദ്ധ സ്ഥലം വരെ എത്തുന്നുള്ളൂ, അതിനപ്പുറത്താണ് യഥാർത്ഥ ദൈവാനുഭവം. അത് വേറെയാണ്, അത് ഇതൊന്നും അല്ല. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ നിങ്ങൾ ചോദിക്കുക, അച്ഛാ പറ, എന്താണ് യഥാർത്ഥ ദൈവാനുഭവം? യഥാർത്ഥ ദൈവാനുഭവം പ്രിയപ്പെട്ടവരെ, 16-ാം സങ്കീർത്തനം 11-ാം വാക്യം കേട്ടാ മതി. 16-ാം സങ്കീർത്തനം 11-ാം വാക്യം, അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിന്റെ പൂർണ്ണതയുണ്ട്. അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിന്റെ പൂർണ്ണതയുണ്ട്. 4-ാം സങ്കീർത്തനം 7-ാം വാക്യം, ധാന്യവും വീഞ്ഞും വർദ്ധിച്ച കാലത്ത് അവർക്കുണ്ടായതിലേറെ ആനന്ദം അങ്ങ് എൻ്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ചു, എൻ്റെ ആത്മാവിൽ നിക്ഷേപിച്ചു. യഥാർത്ഥ ദൈവാനുഭവം എന്ന് പറയുന്നത് കഷ്ടം വന്നാലും, ക്ലേശം വന്നാലും, രോഗം വന്നാലും, തകർച്ച വന്നാലും ആത്മാവിൽ നിന്ന് നിങ്ങളുടെ ആനന്ദം നഷ്ടപ്പെടാത്ത തരത്തിൽ നിങ്ങൾ വളർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് ദൈവാനുഭവം. വേറൊന്നും അല്ല ദൈവാനുഭവം. അപ്പൊ കരഞ്ഞതോ, അപ്പൊ നിലവിളിച്ചതോ, അപ്പൊ ബോധം കെട്ട് വീണതോ, അതിൻ്റെ പേരാണ് ഇമോഷണൽ എക്സ്പീരിയൻസ്. അതിൻ്റെ പേരാണ് വിശുദ്ധ സ്ഥലം. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ അത് കൊള്ളത്തില്ലേ? ആര് പറഞ്ഞു കൊള്ളത്തില്ലെന്ന്? വിശുദ്ധ സ്ഥലം കൊള്ളത്തില്ലേ? അത് കൊള്ളാം. ഈ യാത്രയിലെ ഒരു നല്ല സ്റ്റേഷനാണത്. പക്ഷെ അനേകരുടെ പ്രശ്നം, അവർ അവിടെ കെട്ടപ്പെട്ടു. ധ്യാന കേന്ദ്രങ്ങൾ നമ്മളെ അവിടെ കെട്ടിയിട്ടു. പ്രാർത്ഥനാ കൂട്ടായ്മകൾ നമ്മളെ അവിടെ കെട്ടിയിട്ടു. ധ്യാന ഗുരുക്കന്മാർ നമ്മളെ അവിടെ കെട്ടിയിട്ടു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ആ എക്സ്പീരിയൻസിന് വേണ്ടി നമ്മൾ ആഴ്ചയിൽ ധ്യാന കേന്ദ്രത്തിൽ പോകാൻ തുടങ്ങി. വീട്ടിൽ ചെന്നപ്പോൾ ആ എക്സ്പീരിയൻസ് ഇല്ല.
ധ്യാന കേന്ദ്രം ചെന്നപ്പോ അത് നല്ല ചാർജായി. അപ്പൊ നമ്മൾ ആ എക്സ്പീരിയൻസിന് വേണ്ടി എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ധ്യാനകേന്ദ്രത്തിൽ വിശുദ്ധ സ്ഥലം വരെ ഉള്ളൂ ധ്യാനകേന്ദ്രം. അതിവിശുദ്ധ സ്ഥലം അതിന് വെളിയിലാണ്. ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാന്ന്. ധാന്യവും വീഞ്ഞും വർദ്ധിച്ച കാലത്ത് അവർക്കുണ്ടായതിലേറെ ആനന്ദം അങ്ങന്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ചു. സത്യത്തിൽ ഒരാളുടെ ധ്യാനം വിജയിക്കുന്ന എപ്പോഴാണെന്നറിയാമോ? ആ ധ്യാനം കൂടിയവർ പിന്നൊരിക്കലും അയാളുടെ ധ്യാനത്തിന് വരാതിരിക്കുമ്പോഴാണ്. എൻ്റെ ധ്യാനം സക്സസ് ആവുന്ന എപ്പോഴാണെന്നറിയാമോ? എൻ്റെ ധ്യാനം ഒരിക്കൽ കൂടിയവർ പിന്നൊരിക്കലും എൻ്റെ ധ്യാനത്തിന് വരാതെ അവരുടെ ഉള്ളിൽ ആനന്ദം കിട്ടുമ്പോഴാണ് ഒരു ധ്യാനഗുരു എന്ന നിലയിൽ എൻ്റെ വിജയം. ഞാനൊരു സർവ പരാജയമാണെന്ന് ഞാൻ തിരിച്ചറിയും. ഉച്ചത്തിൽ പറഞ്ഞ് ഹല്ലേലൂയാ. എൻ്റെ പൊന്നുമക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു ധ്യാനം അല്ലെങ്കിൽ ഒരു ധ്യാന കേന്ദ്രം വിജയിക്കുന്ന എപ്പോഴെന്നറിയാമോ? ആ ധ്യാന കേന്ദ്രത്തിലേക്ക് ആളുകൾ വരാതാവുമ്പോഴാണ്. വരാതാവുന്നത് വേറെ ധ്യാന കേന്ദ്രം തപ്പിപ്പോവാനല്ല, അവർക്ക് വിശുദ്ധ സ്ഥലത്ത് നിന്ന് അതിവിശുദ്ധ സ്ഥലത്തേക്ക് കയറാനുള്ള ഒരു ഫോർമേഷൻ കിട്ടി. പിന്നെന്തിനാ അവരിവിടെ വരുന്നത്? അവരവരുടെ വഴിക്ക് പൊക്കോണം. അവരവരുടെ വഴിക്ക് പോയി സാക്ഷ്യപ്പെടുത്തി ജീവിച്ചോണം. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, സംഭവിച്ചെന്തെന്നറിയാമോ? നമ്മൾ ഈ വിശുദ്ധ സ്ഥലത്ത് കെട്ടപ്പെട്ടു. ആ വിശുദ്ധ സ്ഥലത്തെ ഇമോഷണൽ എക്സ്പീരിയൻസിന് വേണ്ടി നമ്മൾ ആഴ്ച ധ്യാന കേന്ദ്രങ്ങൾ കയറി ഇറങ്ങി. തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത്. നിങ്ങൾ വരണം അടുത്ത ആഴ്ച, അല്ലെ എനിക്ക് പണിയില്ലാതാവും. പക്ഷേ ഇതിന് ഇങ്ങനൊരു പ്രശ്നമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, കേരളത്തിലെ വിശ്വാസി സമൂഹത്തിന് എന്താണ് ധ്യാന കേന്ദ്രങ്ങൾ, ഒരേ ധ്യാന കേന്ദ്രം കുറെ കാലം കഴിയുമ്പോൾ മടുക്കാൻ തുടങ്ങിയത്? ഒരേ ധ്യാന ഗുരുക്കന്മാരെ കുറച്ച് കഴിയുമ്പോൾ മടുക്കാൻ തുടങ്ങിയത്? പ്രശ്നം ഇതാണ്. അതായത് വൈകാരിക അനുഭവം ആദ്യകാലത്ത് നല്ല ശക്തമായിട്ട് കിട്ടും. പിന്നെ 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 ഒരേ ഇൻപുട്ടല്ലേ വരുന്നത്. പിന്നെ അതിൽ നിന്ന് വൈകാരിക അനുഭവം ഉണ്ടാവില്ല. അപ്പൊ അവർ പറയും, ഓ ധ്യാനം പോരാന്ന് പറയും. അപ്പുറത്തോട്ട് കയറിയിട്ടില്ല. അപ്പുറത്തോട്ട് കയറിയാൽ നിനക്ക് ഒരു സാധാരണ മനുഷ്യൻ യേശുവേ എന്ന് പറഞ്ഞാൽ പോലും നിന്റെ അകത്ത് ഈ ആനന്ദം വരാൻ തുടങ്ങും. അതിന് വലിയ കൊടികെട്ടിയ ധ്യാനകേന്ദ്രങ്ങളോ വലിയ നാഷണൽ കൺവെൻഷൻസോ ഒന്നും വേണ്ട. അതിവിശുദ്ധ സ്ഥലത്തേക്ക് നീ കയറിയിട്ടുണ്ടെങ്കിൽ ഒരു പാവപ്പെട്ട മനുഷ്യൻ, ഒരു പാവപ്പെട്ട ഉപദേശി റോഡിൽ നിന്ന് കർത്താവാണ് ഏകരക്ഷകൻ എന്ന് പറഞ്ഞാൽ അപ്പം നിന്റെ ഹൃദയം ജ്വലിക്കാൻ തുടങ്ങും. അതിന് ഇന്റർനാഷണൽ പ്രീച്ചേഴ്സ് ഒന്നും വേണ്ട. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. എൻ്റെ പൊന്നു മക്കളെ, നിങ്ങളിത് ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് പുറത്തെ പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. നമുക്ക് അതിവിശുദ്ധ സ്ഥലത്ത് കയറണം. കയറിയിട്ട് പിന്നെ നിങ്ങൾ ആരും ഇവിടെ വരരുത്. പുതിയ ആളുകൾ വരട്ടെ, അവർ അതിവിശുദ്ധ സ്ഥലത്ത് കയറട്ടെ. അടുത്ത കൂട്ട ആളുകൾ വരട്ടെ, നിങ്ങൾ വരരുത്. പിന്നെ വരാൻ പാടില്ല. കാരണം നിങ്ങൾക്ക് അതിവിശുദ്ധ സ്ഥലത്തേക്ക് കയറാൻ ഒരു ഫോർമേഷൻ കിട്ടിയാൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ധ്യാനകേന്ദ്രങ്ങളിൽ പോകുന്നത്? നിങ്ങൾ വീട്ടിലിരുന്ന് ബൈബിൾ വായിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ പെട്ടെന്ന് നിങ്ങൾ അതിവിശുദ്ധ സ്ഥലത്തേക്ക് നിങ്ങൾ തന്നെ കയറിക്കോളും. നിങ്ങൾ ഒരു ചെറിയ ഇൻപുട്ട് എവിടെ നിന്നും കിട്ടിയാൽ മതി. യൂട്യൂബിൽ നിങ്ങളുടെ വീട്ടിലിരുന്ന് കേൾക്കുമ്പോൾ പെട്ടെന്നൊരു സ്പാർക്ക് കത്തി, നിങ്ങൾ അതിവിശുദ്ധ സ്ഥലത്തേക്ക് കയറി. ശ്രദ്ധിച്ചിരിക്കുക. പുറത്തെ പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. പുറത്തെ പ്രാകാരം നമ്മുടെ ശരീരമാണ്, ശരീരം. വിശുദ്ധ സ്ഥലം നമ്മുടെ മനസ്സാണ്. അതിവിശുദ്ധ സ്ഥലം നമ്മുടെ ആത്മാവാണ്. ദൈവം ഇറങ്ങി വരുന്നത് അതിവിശുദ്ധ സ്ഥലത്തെ കൃപാസനത്തിൽ മാത്രമാണ്, ആത്മാവിൽ മാത്രമാണ്. ദൈവം ഇറങ്ങി വരുന്നത് ശരീരത്തിലും അല്ല, മനസ്സിലും അല്ല, ആത്മാവിലാണ്. കാരണം ദൈവം ആത്മാവാണ്. ആത്മാവും തമ്മിലാണ് ബന്ധം. ആത്മാവും മനസ്സും തമ്മിലല്ല, ആത്മാവും ശരീരവും തമ്മിലല്ല. അതുകൊണ്ട് ഇനി ശ്രദ്ധിക്കുക. അപ്പൊ എനിക്ക് അതിവിശുദ്ധ സ്ഥലത്തേക്ക് കയറണം. അതിവിശുദ്ധ സ്ഥലത്തേക്ക് കയറാൻ നിങ്ങൾ അവിടുന്നാണ് നിങ്ങൾ കണ്ട കൂടാരത്തിന്റെ ഷേപ്പ് മനസ്സിൽ ഓർത്ത് വെച്ചിരിക്കണം. നിങ്ങൾ കണ്ട ആ സമാഗമ കൂടാരത്തിന്റെ വാതിൽ ഈ ധ്യാന ഹോളിന്റെ വാതിലാണ്, ആണല്ലോ. ആ വാതിൽ വഴി നിങ്ങൾ അകത്തേക്ക് കയറി വരികയാണ്. ഇത് അതിവിശുദ്ധ സ്ഥലമാണ്, ഇത് വിശുദ്ധ സ്ഥലമാണ്.
അത് പുറത്തെ പ്രാകാരമാണ്. നിങ്ങളിങ്ങനെ കയറി വരികയാണ്, ശ്രദ്ധിക്കുക. അതിവിശുദ്ധ സ്ഥലത്തേക്ക് വരാൻ, അതിവിശുദ്ധ സ്ഥലത്തേക്ക് എത്താൻ പുറത്തെ പ്രാകാരത്തിലൂടെ വിശുദ്ധ സ്ഥലത്തൂടെ അതിവിശുദ്ധ സ്ഥലത്തേക്ക് അങ്ങനെ പറ്റൂ. ഇവിടുന്ന് വേലി വഴി ചാടാൻ പറ്റില്ല, ഇവിടുന്ന് വേലി വഴി ചാടാൻ പറ്റില്ല, ആ ജനൽ വഴി കയറി വരാൻ പറ്റില്ല. അപ്പൊ ആത്മാവിൽ ദൈവാനുഭവം ഉണ്ടാവും എന്ന് പറയുമ്പോൾ ആത്മാവിൽ എത്തണമെങ്കിൽ വഴി ഏതാണ്? ശരീരം, മനസ്സ്, വഴി ഇതേ ഉള്ളൂ. ഇതിലേ വരാൻ പറ്റൂ. അപ്പൊ അതുകൊണ്ട് ശരീരം മുതൽ തുടങ്ങണം. നിങ്ങൾക്ക് ദൈവാനുഭവം വേണോ? എത്ര പേർക്ക് വേണം? കിട്ടിയിരിക്കും, ഒരു സംശയമില്ല. ദൈവാനുഭവം വേണോ? വേണോ? ഒറ്റ വഴിയേ ഉള്ളൂ. ശരീരത്തിൽ തുടങ്ങണം, മനസ്സിലൂടെ കയറണം, ആത്മാവിലെത്തണം. അതുകൊണ്ടാണ് നേരെ കയറി വരുമ്പോ ബലിപീഠം വെച്ചിരിക്കുന്നത്. ആദ്യം നിങ്ങളുടെ ശരീരങ്ങളെ സജീവ ബലിയായി അർപ്പിക്കണം. മനസ്സിലായോ? എയർ കണ്ടീഷൻ ചെയ്ത മുറിയിൽ ചാരുകസേരയില് 24 മണിക്കൂർ ചാരി കിടന്നിട്ട് അഭിഷേകം തായോ, അഭിഷേകം തായോ എന്ന് പറഞ്ഞ അഭിഷേകം കിട്ടില്ല. അതിന് ശരീരം മുട്ടുകുത്തണം, ശരീരം പട്ടിണി ഇരിക്കണം, ശരീരത്തെ അടക്കി വെക്കണം. ഉദാഹരണം, ബലിപീഠം എന്താന്ന് ഞാൻ പറയാം. ബലി ശരീരത്തെ നിയന്ത്രിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുകയാണ്. എത്ര നേരം പ്രാർത്ഥിക്കാനിരുന്നു? നമ്മൾ പ്രാർത്ഥിക്കാനിരുന്നു എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം എന്താ? സാധാരണ ഒരാളുടെ ശരാശരി ഒരാളുടെ പ്രാർത്ഥനാ ജീവിതം എന്താണ്? നമ്മൾ ഒരിടത്തിരുന്നു, എന്നിട്ട് ഒരിടത്തിരുന്നിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ കർത്താവിനോട് അങ്ങോട്ട് പറഞ്ഞു, എന്നിട്ട് കുറെ സങ്കടം പറഞ്ഞു, കുറച്ച് നന്ദി പറഞ്ഞു, കുറച്ച് സ്തോത്രമൊക്കെ പറഞ്ഞു, കുറച്ച് സ്തുതിച്ചു, നമ്മൾ എഴുന്നേറ്റ് പോയി. എന്താ ഇവിടെ നടന്നതെന്നറിയാമോ? ഇവിടെ നടന്നത് ഒരാള് ജനല് വഴി വിശുദ്ധ സ്ഥലത്തേക്ക് ചാടി അവിടെ എന്തൊക്കെയോ ചെയ്തിട്ട് ജനൽ വഴി ചാടിപ്പോയി. ഇയാൾക്ക് അതിവിശുദ്ധ സ്ഥലത്ത് കയറാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താണ്? ഇയാൾക്ക് ഒരു ലിങ്ക് മിസ്സിംഗ് ആണ്. എന്താണ് ആ മിസ്സിംഗ് ലിങ്ക്? ബോഡി. ഇയാള് ശരീരത്തിൽ കൂടെ അല്ല വന്നത്. എന്താണ് ശരീരത്തിൽ കൂടെ അല്ല വന്നതെന്ന് പറയാൻ കാരണം? ശരീരത്തെ അടക്കിയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനാ ജീവിതത്തിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്നറിയാമോ? വെറുതെ ഇരിക്കണം. ഒന്നും പ്രാർത്ഥിക്കണ്ട, ചുമ്മാ ഇരിക്കണം. പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് കിട്ടാൻ ഭാഗ്യമുണ്ടെങ്കിൽ ഈശോയുടെ മുമ്പിൽ ചുമ്മാ ഇരിക്കണം, വെറുതെ. അതിനാണ് ബൈബിൾ പറയുന്നത്, ഞാൻ കർത്താവിന് വേണ്ടി കാത്തിരുന്നു. ഞാൻ കർത്താവിന് വേണ്ടി കാത്തിരുന്നു. കാത്തിരുന്നു എന്ന് പറഞ്ഞാൽ അതിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ, കാത്തിരുന്നു. കാത്തിരുന്നു എന്ന് പറഞ്ഞാൽ അതിന് ചൊറിഞ്ഞുകൊണ്ടിരുന്നു എന്ന് അർത്ഥമില്ല. കാത്തിരുന്നു എന്ന് പറഞ്ഞാൽ അതിന് പത്രം വായിച്ചുകൊണ്ടിരുന്നു എന്ന് അർത്ഥമില്ല. കാത്തിരുന്നു എന്ന് പറഞ്ഞാൽ കാത്തിരുന്നു, അത്രയേ ഉള്ളൂ അർത്ഥം. എന്ന് പറഞ്ഞാൽ ദൈവാനുഭവം യഥാർത്ഥമായി നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഒന്നാമത്തെ കാര്യം അടങ്ങിയിരിക്കണം. അടങ്ങിയിരിക്കുമ്പോ കേട്ടോണം, 5 മിനിറ്റ് അടങ്ങിയിരിക്കുമ്പോ ശരീരത്തിന് ഇത് ഇഷ്ടമില്ല. ശരീരം പറയും വെള്ളം കുടിക്കണം. അപ്പൊ നീ ശരീരത്തോട് പറയണം മര്യാദക്ക് അവിടെ ഇരി. അതിന്റെ പേരാണ് ബലി. അതാണ് ബലിപീഠം. മനസ്സിലാവുന്നോ? അപ്പൊ ശരീരം ഇങ്ങനെ അടങ്ങിയിരിക്കുന്ന സമയത്ത് ശരീരം പറയും ജ്യൂസ് കുടിക്കണം. മര്യാദക്ക് അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് ശരീരത്തെ അടക്കി അങ്ങോട്ട് ഇരുത്തുന്നതിന് 2 മിനിറ്റ് അയാൾ ഇരുന്നപ്പോഴാണ് ജ്യൂസ് കുടിക്കണം. എന്നാ ജ്യൂസ് കുടിച്ചിട്ടിരിക്കാം. അപ്പൊ ജ്യൂസ് കുടിച്ചിട്ടിരുന്നാൽ നീ അവിടെ ഇങ്ങനെ എഴുന്നേറ്റ് ജ്യൂസ് കുടിച്ച് ഇരുന്ന് ജ്യൂസ് കുടിച്ചിരുന്ന് അങ്ങനെ ഇരുന്ന് നീ മരിക്കും. അവിടെ ഇരുന്ന് മരിക്കും. അതിവിശുദ്ധ സ്ഥലത്തൊന്നും കയറത്തൊന്നുമില്ല. അതുകൊണ്ട് പറയണം, എന്താ പറയണെന്ന് അറിയാമോ? മര്യാദക്ക് ഇവിടെ ഇരിക്കാൻ പറയണം. മര്യാദക്ക്. ശരീരം ഇവിടെ ബലിപീഠം ഉണ്ട്. ബലിപീഠം തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്, അതിനകത്ത് ഇത് ഇടണം. മനസ്സിലായി? ഇതിനെ പിടിച്ച് ഈ 90 കിലോ പിടിച്ച് അതിനകത്ത് ഇടണമെന്ന് മനസ്സിലായോ? ശരീരം ഇതിന് താല്പര്യമില്ല. എന്നിട്ട് പറയാണ് ഗ്ലോറി ഗ്ലോറി തരാൻ. എന്ത് തരാൻ? എന്ത് തരാൻ? ഒന്നും തരാനില്ല. മാക്സിമം കിട്ടാൻ പോകുന്നത് എന്താണെന്നറിയാമോ? കുറച്ച് ഇമോഷണൽ എക്സ്പീരിയൻസ്. അത് വേറെ ഏത്, അതൊരു കങ്കാരുവിന്റെ ഫോട്ടോ വെച്ച് തുള്ളിയാലും കിട്ടും. എന്നെ തെറ്റിദ്ധരിക്കരുത്. ഒരു കങ്കാരുവിന്റെ ഫോട്ടോ ഫ്രണ്ടിൽ വെച്ചിട്ട് ഇങ്ങനെ തുള്ളിയാലും ഇമോഷണൽ എക്സ്പീരിയൻസ് കിട്ടും. ദൈവാനുഭവം കിട്ടില്ല. കിട്ടണമെങ്കിൽ
പുറത്തെ പ്രാകാരത്തിലൂടെ കയറി ബലി അർപ്പിച്ചിട്ട് കയറണം. ബലി എന്ന് പറഞ്ഞാൽ ശരീരത്തെ നിയന്ത്രിക്കണം. അപ്പൊ ശരീരം പറയും ഉറങ്ങണം, മര്യാദക്ക് ഇരിക്കും. അവിടെ ഇരിക്കുമ്പോ ശരീരം പറയും ഉറങ്ങാം, ഇരുന്നോണ്ട് ഉറങ്ങാം, മര്യാദക്കടെ ഉണർന്നിരിക്കവിടെ. ഇതിന്റെ പേരെന്താണ്? 2 വാക്ക്. ഇതിന്റെ പേരെന്താണ്? 2 അക്ഷരം. എന്താണ്? ബലി. ദൈവാനുഭവത്തിൽ കയറണോ? ഇനി പറ. കയറണോ? ഇപ്പൊ വിശക്കാണ് 12:30. അന്നേരം ഓർമ്മ വന്നു, വയ്യാത്തവർക്ക് അവിടെ കഞ്ഞി കിട്ടും. അപ്പൊ ശരീരം പറഞ്ഞു വയ്യാന്ന് നടുക്കി, എന്നിട്ട് കഞ്ഞി കുടിക്ക്, മര്യാദക്ക് ഇവിടെ കഞ്ഞി, മിണ്ടിപ്പോരുത് കഞ്ഞിന്ന്. അതിന്റെ പേരാണ് എന്ത്? ബലി. മനസ്സിലാവുന്നോ? ബലി. ശരീരം ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. ശരീരം ആഗ്രഹിക്കുന്ന 3 കാര്യങ്ങൾ: 1 ഭക്ഷണം, 2 ഉറക്കം, 3 സെക്സ്. ശരീരത്തോട് പറയണം എല്ലാം ഒന്നും വേണ്ട. ബലി. എത്ര പേർക്ക് വേണം ഇനി? എത്ര പേർക്ക് വേണം ദൈവാനുഭവം? കൈബുക്ക്. ഇനി ഈ സ്റ്റെപ്പ് കയറാൻ നീ റെഡിയാണെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധമായ ആൾത്താരയിൽ നിന്ന് ഞാൻ നിന്നോട് പറയുന്നു, നിനക്ക് ദൈവാനുഭവം കിട്ടിയിരിക്കും. ഈ സ്റ്റെപ്പ് കയറാതെ നിനക്ക് എന്തെങ്കിലും കിട്ടിയെന്ന് നീ പറഞ്ഞുകൊണ്ട് നടക്കുന്നെങ്കിൽ അതിൻ്റെ പേര് ഇമോഷണലിസം. സ്പിരിച്വാലിറ്റി ഈസ് വൺ തിങ്, ഇമോഷണലിസം ഈസ് യെറ്റ് അനദർ തിങ്. വൈകാരികതയല്ല ആത്മീയത. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ശരീരത്തെ അതാണ് പൗലോസ് പറയുന്നത്, ആകയാൽ സഹോദരങ്ങളെ ദൈവത്തിൻ്റെ കാരുണ്യം കേണപേക്ഷിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ ഒരു സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവിൻ. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കാനിരുന്നു, ദൈവാനുഭവത്തിന് വേണ്ടി ഇരിക്കുകയാണേ. പ്രാർത്ഥിക്കാനിരുന്നപ്പോ ശരീരം പറഞ്ഞു വെള്ളം കുടിച്ചാലോ? വെള്ളം കുടിക്കണ്ട, മര്യാദയ്ക്ക് ഇരുന്നാൽ മതി. ശരീരം പറയുന്നു ഉറങ്ങിയാലോ? ഉറങ്ങണ്ട, മര്യാദക്ക് ഇരുന്നാൽ മതി. ശരീരം പറയുന്നു ടി വിയിൽ ഇപ്പം നല്ല പ്രോഗ്രാം കണ്ടാലോ? കാണണ്ട, അടങ്ങിയിരുന്നാൽ മതി. ശരീരം പറയുന്നു ഇപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ ഫോൺ വിളിച്ചാലോ? വിളിക്കണ്ട, മര്യാദക്ക് അവിടെ ഇരുന്നാൽ മതി. ശരീരം പറയുകയാണ് നമുക്കിപ്പോൾ വാട്സപ്പിൽ എന്തെങ്കിലും പുതിയ മെസ്സേജ് വന്ന് നോക്കിയാലോ? പറയാണ് വേണ്ട, മര്യാദക്ക് അവിടെ ഇരുന്നാൽ മതി. ശരീരം പറയുകയാണ് ഇപ്പോൾ ശബരിമല ന്യൂസ് എന്തായെന്ന് അറിഞ്ഞാലോ? അറിയണ്ട, മര്യാദക്ക് അവിടെ ഇരുന്നാൽ മതി. അങ്ങനെ അടങ്ങിയിരിക്കുമ്പോൾ അതിൻ്റെ പേരെന്താണ്? ബലി. അതിൻ്റെ പേരാണ് ഞാൻ കർത്താവിനെ കാത്തിരുന്നു. അങ്ങനെ നീ കാത്തിരുന്നാൽ വരുമോ? അവൻ വരുമോ? ഇപ്പൊ എന്താ വരാത്തെ? കാത്തിരിക്കുന്നില്ല. മറ്റേ പ്രാർത്ഥന എന്ന് പറഞ്ഞുകൊണ്ടിരുന്നട്ടെ, കർത്താവെ കൊച്ചിന്റെ കാര്യം ശരിയാക്കി തരണേ, ചേട്ടന്റെ കാര്യം വിസ റെഡിയാക്കി തരണേ, IELTS പാസ്സായി തരണേ, കർത്താവെ ഹല്ലേലൂയ ഹാലാലാ ഭാഷിയാറി പ്രാർത്ഥിച്ചു സ്തുതിച്ചു ആരാധിച്ചു മഹത്വപ്പെടുത്തി പോയി. ആര് കാത്തിരുന്നു? പാത്തിരുന്നു. കാത്തൊന്നും ഇരുന്നില്ലാരും. മനസ്സിലാവുന്നുണ്ടോ ഇത്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് സ്വത്രാഴ്ച ഇടുമ്പോൾ 1000 രൂപ വെച്ചിടണം. ഇത് ചെറിയ കാര്യമല്ലേ പറഞ്ഞു? മനസ്സിലായോ? അതായത് കാത്തിരിക്കണം. അപ്പൊ ശരീരങ്ങളെ, അതിനാണ് ഈ സമാഗമ കൂടാരത്തിൽ ആദ്യം ഈ ബലിപീഠം വെച്ചിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? കർത്താവ് വെറുതെ പൊട്ടനായതുകൊണ്ട് ഇങ്ങനെ വെച്ചതല്ല. ദൈവത്തിന്റെ ജ്ഞാനത്തിൽ, പരമപരിശുദ്ധനായ ദൈവാജ്ഞാനത്തിൽ ആദ്യം ബലിപീഠം വെക്കണം. ചുമ്മാ ഇങ്ങ് കയറി വരരുത്. അങ്ങനെ ബലി കൊടുക്കുമ്പോ, നിങ്ങളുടെ ശരീരങ്ങളെ സജീവമായൊരു ബലിയായി സമർപ്പിക്കുമ്പോ പൗലോസ് പറയാണ് ഇതാണ് യഥാർത്ഥമായ ആരാധന. അവിടെയാണ് വർഷിപ്പ് തുടങ്ങുന്നത്. കുർബാനയ്ക്ക് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇരിക്കാൻ തോന്നുമ്പോ മര്യാദയ്ക്ക് അവിടെ നിൽക്ക്. അതിൻ്റെ പേരാണ് യഥാർത്ഥ ആരാധന. വിശുദ്ധ കുർബാനയ്ക്ക് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പോക്കറ്റിൽ ഒരു പെരുപ്പ്. എന്ത് പെരുപ്പ്? ആ പെരുപ്പ് അറിയാമല്ലോ. അങ്ങനെ പെരുക്കുമ്പോ അതെടുത്ത് നോക്കുമ്പോ ഒരത്യാവശ്യമില്ല. അപ്പൊ ഇതൊന്ന് എടുത്തേക്കാം, എന്തായാലും ഫോൺ വന്നേലേ എന്ന് പറഞ്ഞ് പുറത്തോട്ട് പോകുമ്പോ അത് ബലിയല്ല. അപ്പൊ ഈ ഫോൺ വരുമ്പോ അത് ശ്രദ്ധിക്കണ്ട, അത് നോക്കണ്ട. ഞാൻ കർത്താവിനെ ആരാധിക്കുന്ന സമയമാണ്, ഫോൺ ഓഫ് ചെയ്ത് വെക്കാം. അതിൻ്റെ പേരാണ് ബലി. അതിൻ്റെ പേരാണ് യഥാർത്ഥമായ ആരാധന. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആളുകൾക്ക് ഡിസിപ്ലിനിലൂടെ പോകാൻ താല്പര്യമില്ല, അച്ചടക്കത്തിലൂടെ പോകാൻ താല്പര്യമില്ല. ചുമ്മാ കൈവൊക്കെ എന്തെങ്കിലും വിളിച്ചു കൂവിയിട്ട് ശ്വാസു ശിശി എന്തെങ്കിലും പറഞ്ഞിട്ട് കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് പോണം.
എത്ര ദിവസം നിൽക്കും ഇത്? 4 ദിവസം. വീട്ടിൽ ചെന്ന് കെട്ടിയവനോട് കലഹം, വീട്ടിൽ ചെന്ന് ഭാര്യയോട് കലഹം, മക്കളോട് കലഹം, അയൽവക്കക്കാരനോട് കലഹം, ആർത്തി, കൊതി, അസൂയ, വൈരാഗ്യം, വെറുപ്പ്, കോപം, ദുഷ്ടത, അപവാദം, ആക്ഷേപം, ദുഷ്പ്രചരണം. മാറിയോ പ്രാർത്ഥനക്കാർക്ക്? വലിയ ഭക്തർക്ക് മാറിയോ? എന്താ കാര്യം? കാര്യം ഇത്രയേ ഉള്ളൂ. ഏതോ വേലി ചാടി വിശുദ്ധ സ്ഥലത്തേക്ക് കയറി കുറെ തുള്ളി പോയി. നിനക്ക് ദൈവാനുഭവം വേണോ? വേണോ? അതിനിങ്ങനെ ഇരുന്ന് ഉറങ്ങാൻ പാടില്ല. ആരും ഉറങ്ങുന്നില്ല കേട്ടോ. ദൈവാനുഭവം എന്ന് പറയുന്ന എൻ്റെ പൊന്നുമക്കളെ, ദൈവാനുഭവം എന്ന് പറയുന്നതിന് ഫസ്റ്റ് സ്റ്റെപ്പ് പുറത്തെ പ്രാകാരത്തിലൂടെ കയറണം. ഈശോ അതിന് വഴി കാണിച്ചു തന്നു. കുരിശിൽ അവൻ ബലിയായി. അതിനെക്കുറിച്ച് എബ്രായ ലേഖനം ഇങ്ങനെയാണ് പറയുന്നത്: അവൻ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ഇങ്ങനെ അരുളി ചെയ്തു, പിതാവേ, അങ്ങനെക്കൊരു ശരീരം സജ്ജമാക്കി. അടുത്ത വാക്യം എന്താണെന്നറിയാമോ? ഇതാ അങ്ങയുടെ ഹിതം നിറവേറ്റാൻ ഞാൻ വരുന്നു. ഈ ശരീരം ആ ശരീരത്തിന്റെ ഇഷ്ടം ചെയ്യാൻ പ്രേരിപ്പിക്കുമ്പോൾ ആ ശരീരത്തിന്റെ ഇഷ്ടത്തെ നിയന്ത്രിച്ചിട്ട് പറയാണ്, കർത്താവേ, ഞാനിതാ എൻ്റെ ശരീരത്തിൽ നിന്റെ ഇഷ്ടം ചെയ്യാൻ വരുന്നു. അതാണ് വഴി. ആ വഴിയിലൂടെയാണ് അവൻ വിശുദ്ധ സ്ഥലത്തേക്ക് കയറിയത്. ഒന്ന് കണ്ണടച്ച് കരങ്ങൾ ഉയർത്തിക്ക്. ശരീരത്തിന്റെ മേൽ അഭിഷേകം വരട്ടെ, ശരീരത്തിന് വിശുദ്ധി കിട്ടട്ടെ, വിശുദ്ധ ജീവിതം നയിക്കാൻ കൃപ കിട്ടട്ടെ. ഹൃദയം തുറന്ന് സ്തുതിച്ച് ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതിനെ തുറന്ന് സ്തുതിച്ച മക്കളെ ഉച്ചത്തിൽ സ്തുതിച്ച്, യേശുവേ നന്ദി, 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 നന്ദി. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് ദൈവാനുഭവത്തിന് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ മറക്കരുത്, ഒന്നാമത്തെ സ്റ്റെപ്പ് ഇതാണ്: ശരീരത്തെ നിയന്ത്രിക്കണം, ശരീരത്തെ അച്ചടക്കത്തോടെ. അപ്പോൾ രാവിലെ എഴുന്നേൽക്കേണ്ടി വരും, വെളുപ്പിനെ കർത്താവിൻ്റെ അടുത്തിരിക്കേണ്ടി വരും, പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരിക്കാൻ സമയം കണ്ടെത്തേണ്ടി വരും, ബൈബിൾ വായിക്കാൻ ഒരു അച്ചടക്കം ഉണ്ടാക്കേണ്ടി വരും, ശ്രദ്ധിച്ച് പഠിക്കാൻ പ്രാർത്ഥിക്കാൻ ഒരു അവസരം കണ്ടെത്തേണ്ടി വരും. അങ്ങനെ ശരീരത്തെ തോന്നുന്ന എല്ലാം ചെയ്യാൻ ശരീരത്തെ വിട്ടുകൊടുക്കരുത്. മക്കളുടെ ആത്മീയ വളർച്ചയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? വഴി ഞാൻ പറഞ്ഞു തരട്ടെ. മക്കൾ ചോദിക്കുന്ന എല്ലാം കൊടുക്കരുത്. നിയന്ത്രിക്കാൻ പഠിപ്പിക്കണം, വേണ്ടാന്ന് നോക്കാൻ പഠിപ്പിക്കണം, പട്ടിണി ഇരിക്കാൻ പഠിപ്പിക്കണം, ഉപവസിക്കാൻ പഠിപ്പിക്കണം. എന്തിനാണ് സഭയിൽ നോമ്പ്, ജാഗരണം, ഉപവാസം? അത് ഈ ശരീരത്തെ നിയന്ത്രിക്കാനാണ്. ഈ ആദ്യത്തെ കോർട്ട് കടക്കാനുള്ള വഴിയാണതെല്ലാം. പ്രായശ്ചിത്തം, പ്രാർത്ഥന, നോമ്പ്, ഉപവാസം, ജാഗരണം, അതെല്ലാം ഈ ആദ്യത്തെ സ്റ്റെപ്പ് കയറാനുള്ള വഴിയാണ്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ശരീരത്തെ അങ്ങനെ അടങ്ങി അങ്ങോട്ടിരുന്നു. അടങ്ങി ഒരു 10-15 മിനിറ്റ് ഇരുന്നാൽ, ഞാൻ ശരിക്കും അത് ചെയ്യേണ്ട രീതിയിൽ തന്നെ ഇങ്ങനെ തന്നെ പഠിച്ചു. ഒരു 10-20 മിനിറ്റ് അങ്ങനെ അങ്ങ് അടങ്ങിയിരുന്നു. ഉറക്കത്തെ നിയന്ത്രിച്ചു, മറ്റാഗ്രഹങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ചു, അടങ്ങി അങ്ങോട്ടിരുന്നു. എനിക്ക് കർത്താവിനെ വേണം, ഞാൻ വിട്ടിരിക്കുകയാണ്. ബലി, പിന്നെ ജീവിതം മുഴുവൻ ഈ ബലിയുണ്ട്, അത് വേറെ കാര്യം. അങ്ങനെ വിശുദ്ധ ജീവിതം നയിക്കാൻ, പാവം ഉപേക്ഷിക്കാൻ, തിന്മ ഉപേക്ഷിക്കാൻ, അങ്ങനെ ഓരോ അവയവത്തെയും പൗലോസ് അതാ പറയുന്നത്, കണ്ണ്, കാത്, നാവ്, കയ്യ്, കാല് എല്ലാത്തിനും നിയന്ത്രിക്കണം. നോട്ടത്തെ, നാവിനെ, കണ്ണിനെ, വാക്കിനെ ഒക്കെ നിയന്ത്രിക്കാൻ. അതൊക്കെ ഒരു ജീവിതം മുഴുവൻ നീളുന്ന ആത്മീയ പരിശീലനം. അത് ജീവിതം മുഴുവൻ അതിനുവേണ്ടി ശ്രമിക്കുക. പിന്നെ അടങ്ങിയിരിക്കുക. അങ്ങനെ അടങ്ങിയിരുന്ന ശരീരത്തെ ഒരു സജീവ ബലിയായിട്ട് സമർപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയാമോ? ശരീരം അങ്ങ് അടങ്ങും, ശരീരം വഴങ്ങും. ശരീരം വിചാരിക്കുക, എന്നാ പിന്നെ ഇവൻ എഴുന്നേറ്റ് പോകത്തില്ല, എന്നാ പിന്നെ ഇരിക്കാം. അങ്ങനെ ഇരിക്കുമ്പോൾ അടുത്ത പണി എന്തെന്നറിയാമോ? അപ്പൊ നമ്മൾ വിശുദ്ധ സ്ഥലത്തേക്ക് കയറുകയാണ്. അത് മനസ്സിന്റെ ലോകമാണ്. അവിടെ ഇങ്ങനെ ഇരുന്നുകൊണ്ട് നമ്മൾ കണ്ടതും കേട്ടതും ധ്യാനിച്ചതും പ്രാർത്ഥിച്ചതും, അത് ധ്യാനിച്ചതും പ്രാർത്ഥിച്ചതൊന്നുമല്ല, അവന്റെ കാര്യം, അവരുടെ കാര്യം, അവര് പറഞ്ഞ കാര്യം, ഇവള് പറഞ്ഞ കാര്യം, അവൻ പറയാൻ പോകുന്ന കാര്യം, അവൻ പറയാൻ സാധ്യതയുള്ള കാര്യം, അവൻ പറയാത്ത കാര്യം, പറഞ്ഞെന്ന് വിചാരിക്കുന്ന കാര്യം, ഇങ്ങനെല്ലാം ചിന്തിച്ച് 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 വിശുദ്ധ സ്ഥലത്ത് കിടന്ന് മരിക്കും. എന്നിട്ട് അരമണിക്കൂറായപ്പോ അരമണിക്കൂർ ആരാധന നടത്തിയല്ലോ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോവും. അത് വിശുദ്ധ സ്ഥലത്ത് കയറിയോ? അതിവിശുദ്ധ സ്ഥലത്ത് കയറണമെങ്കിൽ വിശുദ്ധ സ്ഥലത്ത് 3 കാര്യങ്ങൾ നടക്കണം. ഒന്ന് ദീപം. ദീപം എന്ന് പറഞ്ഞാൽ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി എന്ത് ചെയ്തു, ഇതാണ് ചിന്ത. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി എന്ത് ചെയ്തു, ഇതിനാണ് വചനം വായിക്കേണ്ടത്. ഇതിനാണ് വചനം തലേ കിടക്കേണ്ടത്. തലയ്ക്കകത്ത് വചനം നിറഞ്ഞാൽ ദൈവിക കാര്യങ്ങൾ ചിന്തിക്കും. ദൈവിക കാര്യം,
മനസ്സിലായ? അനേകരുടെ പ്രാർത്ഥനാ ജീവിതം എന്താ? ഇരിക്കുന്നു, ഈശോയുടെ മുമ്പിൽ ഇരിക്കുന്നു, നാട്ടുകാരുടെ കാര്യം മുഴുവൻ ചിന്തിക്കുന്നു. സത്യമല്ലേ ഞാൻ പറയുന്നത്? സത്യം അല്ലെങ്കിൽ എന്നോട് പറ. സത്യമാണോ അല്ലയോ? സത്യമാണ്. ദിവ്യകാരുണ്യ സന്നിധിയിൽ പോയി 1 മണിക്കൂർ ഇരിക്കുന്നു, നാട്ടുകാരുടെ കാര്യം മുഴുവൻ ചിന്തിക്കുന്നു. അവന്റെ കാര്യം, അവരുടെ കാര്യം, അവൻ പറഞ്ഞ കാര്യം, അവൻ പറയാത്ത കാര്യം, ഇതെല്ലാം ഓർത്ത് ആ 1 മണിക്കൂറായി. ആമേൻ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും എഴുന്നേറ്റ് പോയി. കർത്താവിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ ഇരിക്കുമ്പോൾ ഇനി ഡിസ്ട്രാക്ഷൻ ആണെങ്കിൽ എന്നാ ചെയ്തറിയാം? ഒരു 4 വചനം വായിക്കണം, വായിച്ചിട്ട് അത് ധ്യാനിക്കണം. ഇനി നിങ്ങൾക്ക് വചനം വായിച്ച് തലയ്ക്കകത്ത് വചനം കിടപ്പുണ്ടെങ്കിൽ അടങ്ങിയിരിക്കുന്ന സമയത്ത് വചനം വന്നോളും. ഓർക്കണം, ഓരോ വചനം ഓർക്കുമ്പോൾ ദൈവമേ എന്തെല്ലാം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി, കർത്താവിൻ്റെ കാര്യങ്ങൾ, ആത്മീയ കാര്യങ്ങൾ. അതിനാണ് സ്പിരിച്വൽ റീഡിങ് വേണ്ടത്, ആത്മീയ വായനകൾ വേണ്ടത്. ആവശ്യമില്ലാത്ത കണ്ടതും കടിച്ചതെല്ലാം കാണാൻ പോകരുതെന്ന് പറയുന്നത് അതിനാണ്. ആത്മീയ വളർച്ചയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ലോകത്തുള്ള എല്ലാം നമ്മൾ അറിയേണ്ടതില്ല, ലോകത്തുള്ള എല്ലാ കാര്യവും നമ്മൾ വായിക്കേണ്ടതില്ല, ലോകത്തുള്ള എല്ലാറ്റിനെയും കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടതില്ല. നമുക്ക് കർത്താവിൻ്റെ കാര്യം ചിന്തിക്കാം. ഒരായുസ് മുഴുവൻ വായിച്ചാലും തീരാത്ത അനഘനിധി, അമൂല്യ രത്നങ്ങൾ, മഹാശേഖരം ഈ ബൈബിളിനകത്ത് കിടക്കാണ്. ഇത് വായിക്കാൻ സമയം കണ്ടെത്തി. ടെലിവിഷനൊക്കെ പിന്നെ കാണാം നമുക്ക്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അതുകൊണ്ട് മനസ്സിൻ്റെ നവീകരണം വരണമെങ്കിൽ തലയ്ക്കകത്ത് വചനം ഉണ്ടാവണം. അതിനാണ് ബൈബിൾ വായിക്കാൻ പറയുന്നത്. വചനം വായിക്കണം. വചനം തലയ്ക്കകത്ത് കിടക്കുമ്പോൾ അടങ്ങി ശരീരം നിയന്ത്രിച്ചാൽ പിന്നെ നമ്മൾ കർത്താവിൻ്റെ സ്നേഹം ഓർക്കുന്നു, ദൈവത്തിൻ്റെ വചനം ഓർക്കുന്നു, ദൈവം ചെയ്ത കാര്യങ്ങൾ ഓർക്കുന്നു. അതാണ് ഈ തിരുസാന്നിധ്യ അപ്പത്തിൻ്റെ മേശ. എന്നെ ദൈവം എങ്ങനെ പരിപാലിച്ചു അത് ഓർക്കുന്നു. ഇതൊക്കെ ഓർക്കുമ്പോൾ ഒരു സന്തോഷം വരും, ഒരു സങ്കടം വരും, കൃതജ്ഞത വരും. അതാണ് തിരുസാന്നിധ്യ അപ്പം. നന്ദി പ്രകടനം, സ്തോത്രം, ആരാധന, സ്തുതിപ്പ്, ഇതെല്ലാം വിശുദ്ധ സ്ഥലത്താണ്. മനസ്സിലാവുന്നോ? അവിടെയാണ് ഹല്ലേലൂയാ, സ്തുതിക്കുന്ന കർത്താവേ, നന്ദി പറയുന്നുണ്ട് ഈശോയെ, അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ. ഇത് എപ്പോഴാണ് വരുന്നതെന്നറിയാം? ചുമ്മാ സ്തുതിക്കാൻ പറഞ്ഞ ആളുകൾ സ്തുതിക്കുമോ? സ്തുതിക്കത്തില്ലല്ലോ. നിങ്ങൾ സ്തുതിക്കാതിരിക്കുന്നില്ലേ? ഞാൻ പറയുന്നു ഉച്ചത്തിൽ സ്തുതിക്കും, നിങ്ങൾ സ്തുതിക്കുന്നുണ്ടോ? ഇല്ല. കാരണം എന്താ? ഇത് ഓർത്തിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോ? കർത്താവിനെ ഉച്ചത്തിൽ ആരാധിക്കുന്ന ആരെയും നിങ്ങൾ ശ്രദ്ധിച്ചോ? അവൻ്റെ ചങ്കിനകത്ത്, അവളുടെ ചങ്കിനകത്ത് അവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത അനശ്വര സ്മൃതികൾ ഈ വിളക്കായിട്ട് കത്തി നിപ്പുണ്ടാവും. അതാ അവർ സ്തുതിക്കുന്നത്. സ്തോത്രഗീതം പാപിക്കിണങ്ങില്ല. കാരണം എന്തെന്നറിയാമോ? അവൻ്റെ തലയ്ക്കകത്ത് മുഴുവൻ കിടക്കുന്ന ലോകത്തിൻ്റെ കാര്യമാണ്. എൻ്റെ ദൈവമേ, അതായത് ഈ വഴിയും സത്യവും ജീവനും ഈശോയാണ്. അതാണ് ഈ സമാഗമ കൂടാരം. ആ സമയത്ത് സ്തുതിക്കാതിരിക്കാൻ പറ്റുമോ? കർത്താവാണ് വാതിൽ. അതറിയുന്ന സമയത്ത് സ്തുതിക്കാതിരിക്കാൻ പറ്റുമോ? വാഗ്ദാന പേടകം പരിശുദ്ധ അമ്മയാണ്. അതറിയുമ്പോൾ ചാടാതിരിക്കാൻ പറ്റുമോ? അതാണ് ഈ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതായത് ഈ ധ്യാനത്തിൽ നിന്നും പ്രാർത്ഥനയിൽ നിന്നും ആത്മീയ ചിന്തകളിൽ നിന്നുമാണ് സ്തോത്രം ഉണ്ടാവേണ്ടത്, അതില്ലാത്ത സ്തുതിപ്പിന്റെ പേരാണ് വ്യർത്ഥമായ ആരാധന. ഹൃദയത്തിനകത്ത് നന്ദിയാണ് കിടക്കുന്നത്. നന്ദി, എൻ്റെ കർത്താവ് എന്നെ എങ്ങനെ സംരക്ഷിച്ചു, എന്നെ എങ്ങനെ പരിപാലിച്ചു, എന്നെ എങ്ങനെ നടത്തി, എൻ്റെ ജീവിതത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി. ഇത് തിരിച്ചറിയുന്ന ഒരു വ്യക്തി അവൻ്റെ ഹൃദയത്തിൽ നിന്ന് പെട്ടെന്ന് സ്തുതിപ്പ് ഉയരും. ഒന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ വിശുദ്ധ സ്ഥലത്ത് നിനക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റണമെങ്കിൽ നിന്റെ ഹൃദയത്തിൽ ദൈവം ചെയ്തതിനെ കുറിച്ചുള്ള ഓർമ്മയുണ്ടാവണം. ഓർമ്മ. നമ്മൾ പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ ശരീരം അലമ്പുണ്ടാക്കാൻ നോക്കി. ശരീരത്തെ നമ്മൾ മര്യാദക്ക് അവിടെ ഇരുത്തി. മനസ്സ് അലഞ്ഞടക്കാൻ തുടങ്ങി. അപ്പം മനസ്സേ, നീ ധ്യാനിക്കേണ്ടത് ദൈവകാര്യമാണ്. ഇതെല്ലാം അച്ചടക്കമാണ് കേട്ടോ. 4 ദിവസം കൊണ്ട് ഇത് ഉണ്ടാവില്ല. 4 ദിവസം ഇരിക്കുമ്പോൾ 4 ദിവസവും 400 കാര്യം വേറെ ഓർത്തുകൊണ്ടിരിക്കും. അടങ്ങി ഇരുന്ന് പഠിക്കണം. കുറെ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പിന്നെ വേറൊന്നും വരില്ല. കർത്താവിൻ്റെ കാര്യം തന്നെ വരാൻ തുടങ്ങും. കാരണം മനസ്സ് പഠിക്കും, വേറെ ഒന്നും താല്പര്യമില്ല. അതുകൊണ്ട് വേറെ ഒന്നും ഇട്ടിട്ട് കാര്യമില്ല, വേറെ സജഷൻ ഇട്ടിട്ട് കാര്യമില്ല. അതുകൊണ്ട് ദൈവവചനം തലയിൽ നിറഞ്ഞു കഴിയുമ്പോൾ പിന്നീട് ദൈവകാര്യം ചിന്തിക്കാൻ തുടങ്ങും. ജീവിതത്തിൽ ദൈവം എങ്ങനെ വഴി നടത്തി അത് ഓർക്കാൻ തുടങ്ങും. ആത്മീയ കാര്യങ്ങൾ മനസ്സിൽ വരാൻ തുടങ്ങും. ദൈവത്തിൻ്റെ അത്ഭുത രഹസ്യങ്ങൾ ധ്യാനിക്കാൻ തുടങ്ങും. അപ്പോൾ ആ വിളക്ക് കത്തി നിൽക്കുമ്പോൾ ആ കുന്തിരിക്കവും പുകയാൻ തുടങ്ങും. ആ കുന്തിരിക്കം പുകയുന്നതാണ് സ്തോത്രം, ആരാധന, നന്ദി, തിരുസാന്നിധ്യപ്പം, കൃതജ്ഞതാ പ്രകടനം, ദൈവം പരിപാലിച്ച വഴികൾ. ഇതെല്ലാം ഈ വിശുദ്ധ സ്ഥലത്ത്. മനസ്സിലാവുന്നുണ്ടോ? ഇത് കഴിയുമ്പോൾ ഇനി ശ്രദ്ധിക്കുക, അതിവിശുദ്ധ സ്ഥലത്ത് കയറണമെങ്കിൽ ഇനി ഇരിക്കണം.
ഇനി ഇരിക്കുന്ന സമയത്ത് ശരീരത്തെ നിയന്ത്രിച്ചു, ചിന്തകൾ ദൈവത്തോട് ഏകാഗ്രമായി, ആത്മീയ കാര്യങ്ങൾ മനസ്സിൽ വന്നു, നന്ദിയുണ്ടായി, പ്രാർത്ഥന പറഞ്ഞു, ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചു. ഇത് കഴിയുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് പോകും. പോകരുത്. ഒന്ന് വലത് കര ഉയർത്തിക്കേ, ഒന്നറക്കെ പറഞ്ഞേ, പോവില്ല, പോവരുത്, പോവില്ല, അതിവിശുദ്ധ സ്ഥലത്ത് കേറാതെ പോവില്ല, പോവില്ല. പോകരുത്. അടുത്തൊരു സ്റ്റെപ്പുണ്ട്. അതായത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ അടങ്ങിയിരിക്കുമ്പോ ഒരു വലിയ തിരശീലയുണ്ട്. ദൈവാനുഭവം ഒരുപാട് മണിക്കൂറുകൾ നമ്മൾ ഇരുന്നിട്ടും നമുക്ക് കിട്ടാതെ വരുന്നതിൻ്റെ ഒരു രഹസ്യം, കിട്ടാത്തതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. ഭയങ്കര കട്ടിയുള്ളതാണ് അടുത്ത തിരശീല. മറ്റേത് കയറിയ പോലെ കയറാൻ പറ്റില്ല. ഇനി കയറണമെങ്കിൽ ഭയങ്കര ഒരു തിരശീലയുണ്ട്, ഭയങ്കര തിരശീല. ആ തിരശീലയാണ് കുരിശിൽ കീറിയത്. ആ തിരശീല യേശു കുരിശിൽ മരിച്ചപ്പോഴാണ് കീറിയത്. ഒന്ന് ഉറക്കെ പറഞ്ഞത്, ആ തിരശീല കീറിയത് യേശു കുരിശിൽ മരിച്ചപ്പോഴാണ്. ഒന്നുകൂടെ പറഞ്ഞേ, ആ തിരശീല കീറിയത് യേശു കുരിശിൽ മരിച്ചപ്പോഴാണ്. ഇനി എന്നെ ശ്രദ്ധിക്ക്, അടുത്ത തിരശീല കീറണമെങ്കിൽ കുരിശിൽ മരിക്കണം. കുരിശ് മരണത്തിലാണ് ആ തിരശീല കീറിയത്. ആത്മാവിന്റെ ലോകത്തേക്ക് കയറണമെങ്കിൽ ചങ്കിനകത്ത് ഒരു കുരിശ് മരണം നടക്കണം. എന്താണത്? ശ്രദ്ധിക്കുക. നമ്മിൽ നിറഞ്ഞു നിൽക്കുന്ന, നമ്മുടെ ആത്മാവിൽ നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധാത്മാവിനെ നമുക്ക് അനുഭവിക്കാൻ പറ്റാത്തതിന്റെ കാരണം കട്ടിയുള്ള ഒരു തിരശീലയാണ്. ആ തിരശീലയെ ബൈബിൾ വിളിക്കുന്ന പേരാണ് അഹങ്കാരം, ഈഗോ, അഹന്ത, സെൽഫ്. അതുകൊണ്ട് ഈശോ പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച്, അതിന്റെ പേരാണ് കുരിശ് മരണം. ഭർത്താവിന് വിധേയപ്പെടില്ല. ഭയങ്കര പ്രാർത്ഥനയാണ്. ചേച്ചി, നീ വിശുദ്ധ സ്ഥലത്ത് മാത്രമേ എത്തിയിട്ടുള്ളൂ. അധികാരത്തിന് വിധേയപ്പെടില്ല. ഭയങ്കര പ്രാർത്ഥനയാണ്. സഹോദരി, സഹോദര, നീ വിശുദ്ധ സ്ഥലത്ത് മാത്രമേ എത്തിയിട്ടുള്ളൂ. എളിമപ്പെടാൻ തയ്യാറില്ല. സ്വന്തം തന്നിഷ്ടം, സ്വന്തം വഴി, ആരെ അനുസരിക്കാൻ താല്പര്യമില്ല, സ്വന്തം ഇഷ്ടം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാക്സിമം എവിടം വരെ എത്താന്നറിയാമോ? വിശുദ്ധ സ്ഥലം. കുറച്ച് വൈകാരിക അനുഭവം കിട്ടും, ഇഷ്ടം പോലെ. ഞാനൊരു വിധി കൽപ്പിക്കാന്ന് വിചാരിക്കരുതേ. ഒത്തിരി പ്രാർത്ഥനക്കാരുണ്ട് അങ്ങനെയുള്ളവര്. അതായത് ഭയങ്കര വൈകാരിക അനുഭവമാണ്. ഒരു പൊടി താഴാൻ പറ്റില്ല, തോക്കാൻ പറ്റില്ല, എളിമപ്പെടാൻ പറ്റില്ല, അനുസരിക്കാൻ പറ്റില്ല. ഈ തിരശീല ഭയങ്കര കട്ടിയുള്ള തിരശീല, അത് മുറിയില്ല, അതിവിശുദ്ധ സ്ഥലത്തേക്ക് എത്തില്ല. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾക്ക് ദൈവാനുഭവം വേണോ? വേണമെങ്കിൽ കുരിശിന്റെ വഴി പ്രാർത്ഥിച്ചാ പോരാ, കുരിശിന്റെ വഴി ജീവിക്കണം. ഇനി എത്ര പേർക്ക് വേണം? കുരിശിന്റെ വഴി. എന്നെ ഭയങ്കരമായിട്ട് ഒരു വചനം സ്പർശിച്ചു. മാറ്റം വരുത്തിയോ ചോദിച്ചാൽ അത് എനിക്ക് സംശയമുണ്ട്. പക്ഷെ സ്പർശിച്ചു, ഞാൻ അത് സ്വീകരിക്കും. മാറ്റം വരും. എന്തെന്നറിയാമോ? നിന്നെ പ്രതി ഞങ്ങൾ ദിവസം മുഴുവൻ വധിക്കപ്പെടുന്നു. ഹോ, എന്തൊരു സാധന അത്! അതാണിത്. അതായത് ഒരാള് വന്നിട്ട് നമുക്കിഷ്ടമില്ലാത്തൊരു കാര്യം
നമ്മുടെ മുഖത്ത് നോക്കി പറയുമ്പോൾ ചെയ്തിട്ടില്ലാത്തൊരു തെറ്റ്, ചെയ്തിട്ടില്ല ഒരാരോപണം അങ്ങനെ പറയുമ്പോൾ അതല്ല നമുക്ക് സ്ഥാപിക്കണമെന്നുണ്ട്, മൈക്കിലൂടെ പറയണമെന്നുണ്ട്. പക്ഷെ അത് പറയാതെ അത് സഹിക്കുമ്പോൾ ഈ വചനം എടുത്ത് വായിക്കണം. നിന്നെ പ്രതി ഞങ്ങൾ 24 മണിക്കൂർ വധിക്കപ്പെടുകയാണ്, കൊലക്കുള്ള ആടുകളെ പോലെ കരുതപ്പെടുകയാണ്. നിന്നെ പ്രതി. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? അപ്പൻ, അമ്മ, അമ്മായിപ്പൻ, അമ്മായിമ്മ, മരുമകളും മരുമകൻ, മകൻ, മകൾ, സഹോദരൻ, സഹോദരി, ഉണ്ടല്ലോ ഇഷ്ടം പോലെ ആളുകൾ വീട്ടിൽ. അവര് കൊല്ലാൻ വരും. അപ്പൊ എന്ത് ചെയ്യണമെന്നറിയാമോ? ഇങ്ങനെ ചാവാൻ നിന്ന് കൊടുക്കണം. അങ്ങനെ നിന്ന് കൊടുത്താൽ 1, 2, 3, 5, 10 നീ കേറിയിരിക്കും അതിവിശുദ്ധ സ്ഥലത്ത്. ഇല്ലെങ്കിൽ നീ ഒരിക്കലും കേറില്ല അതിവിശുദ്ധ സ്ഥലത്ത്. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ശ്രദ്ധിക്കുക. ജീവിതത്തിൽ വേട്ടയാടപ്പെടുന്ന അനുഭവങ്ങൾ ദൈവമനുഷ്യ ദൈവം നിനക്ക് തരും. എന്തിന്? നിന്നെ വിശുദ്ധ സ്ഥലത്ത് നിന്ന് അതിവിശുദ്ധ സ്ഥലത്ത് എത്തിക്കാൻ. വേറെ വഴിയില്ല, വേറെ വഴിയില്ല, വേറെ വഴിയില്ല. വേലി ചാടി ഇവിടെ കയറാൻ പറ്റില്ല. ഇതിലേ വരണം. ഈ തിരശീല കീറിയേ വരാൻ പറ്റൂ. കീറണമെങ്കിൽ നീ നിന്നെ കീറണം. യേശു കുരിശിൽ തന്നെ കീറിയപ്പോൾ യേശുവിന്റെ ദേവാലയത്തിലെ തിരശീല കീറി. മനസ്സിലായോ? യേശുവിനെ കീറിയപ്പോ ദേവാലയത്തിലെ തിരശീല കീറി. എന്തുകൊണ്ട് എൻ്റെ ദേവാലയത്തിലെ തിരശീല കീറുന്നില്ല? ഞാൻ എന്നെ കീറുന്നില്ല. ഞാൻ എന്നാ ചെയ്യുന്നത്? ഞാൻ ചെയ്യുന്ന എന്നറിയാമോ? ഇത് നീ എന്നെ അങ്ങനെ പറഞ്ഞോ, എന്നാ നിന്നെ ഞാൻ ദ്രോഹിക്കും. ഞാൻ വധിക്കപ്പെടുന്നില്ല, ഞാൻ ബാക്കിയുള്ളവരെ വധിക്കുകയാണ്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഇനി നിങ്ങൾ പറ, ആളുകൾ എന്തുകൊണ്ടാണ് ആളുകൾക്ക് വൈകാരികത മതി എന്ന് പറയുന്നത്? മറ്റേത് എളുപ്പമാണ്. ധ്യാനകേന്ദ്രത്തിൽ വന്ന് ചുമ്മാ അങ്ങ് സ്തുതിച്ച് നിന്നാൽ മതി. മറ്റേത് എളുപ്പമാണ്, ഇത് പാടാണ്. ഇത് ശരിക്കും തുടങ്ങുന്നത് എവിടാന്നറിയാമോ? 3 മണി കഴിഞ്ഞാണ് ഇത് തുടങ്ങുന്നത്. നീ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ, നീ വണ്ടി എടുക്കുമ്പോൾ, നീ വാഹനം ഓടിക്കുമ്പോൾ, നീ ഓഫീസിൽ ചെല്ലുമ്പോൾ, നീ വീട്ടിൽ ചെല്ലുമ്പോൾ, നീ നിന്റെ ശുശ്രൂഷാവേദി ചെല്ലുമ്പോൾ, നീ ഒരു ധ്യാനത്തിന് പോകുമ്പോൾ, നീ ഒരു പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അവിടാണ് ഈ തിരശീല കീറാൻ 1000 അനുഭവം ദൈവം തരുന്നത്. അതിന് നീ നിന്നു കൊടുത്താൽ, ഈശോയെ നിന്നെ പ്രതി ഞങ്ങൾ ദിവസം മുഴുവൻ വധിക്കപ്പെടുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, സങ്കടം എന്താന്ന് ഞാൻ പറയട്ടെ. ഞാനും നിങ്ങൾ ഉൾപ്പെടുന്ന ആത്മീയ മനുഷ്യരുടെ പരാധീനത എന്താന്ന് വെച്ചാൽ, നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് കയറാൻ വയ്യ. എവിടെങ്കിലുമൊക്കെ ഒരു കംഫർട്ട് സോണ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ അങ്ങ് നിൽക്കുകയാണ്. താഴാൻ വയ്യ, എളിമപ്പെടാൻ വയ്യ, സാധാരണ ജോലി ചെയ്യാൻ വയ്യ, നിസ്സാര കാര്യങ്ങൾ ചെയ്യാൻ വയ്യ, നാണം കെടാൻ വയ്യ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവാനുഭവമുള്ള മനുഷ്യരെ നമ്മൾ കാണുന്ന എങ്ങനെയെന്നറിയാം? അവരേതറ്റം വരെയും താഴും. പൗലോസ് ശ്ലീഹ പറയാണ്, സുഭിക്ഷത്തിലും ദാരിദ്ര്യത്തിലും എങ്ങനെ ജീവിക്കണമെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. നല്ല ഹൈ ക്ലാസ് ലിവിങ്ങും എനിക്കറിയാം, തീരെ നിലത്ത് കിടക്കാനും എനിക്കറിയാം. ഭക്ഷണം നന്നായിട്ട് കഴിക്കാനും എനിക്കറിയാം, പട്ടിണി കിടക്കാനും എനിക്കറിയാം. സുഭിക്ഷത്തിലും ഞാൻ ജീവിക്കും, ദാരിദ്ര്യത്തിലും ഞാൻ ജീവിക്കും. എനിക്ക് ഇന്നതുണ്ടെങ്കിൽ ഞാൻ ജീവിക്കൂ, അങ്ങനൊന്നുമില്ല. ഉണ്ടെങ്കിൽ നല്ലത്, ഇല്ലെങ്കിൽ ഹല്ലേലൂയ. ഇതിന്റെ പേരാണ് കുരിശിന്റെ വഴി. കുരിശിന്റെ വഴി. ആ വഴിയെ പോയാൽ നമ്മൾ അതിവിശുദ്ധ സ്ഥലത്തെത്തും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാതെ ഞാൻ ഈ ധ്യാനകേന്ദ്രങ്ങളോട് ഉൾപ്പെടുത്തിയ പറയുന്നത്, ധ്യാനകേന്ദ്രങ്ങൾ കയറി ഇറങ്ങിയാലൊന്നും അത് കിട്ടില്ല. കാര്യം നടക്കും, വസ്തു കച്ചവടം നടക്കും, വീട് വെക്കാൻ പറ്റും, കൊച്ചിനെ കെട്ടിക്കാൻ പറ്റും, IELTS പാസ്സാവും, തടസ്സം മാറും, ബുദ്ധിമുട്ട് മാറും. നല്ല കാര്യം, വിശുദ്ധ സ്ഥലത്ത് തന്നെ കിടക്കും. എനിക്ക് പറയാനുള്ളത് ഇതാണ്, നിങ്ങൾ ധ്യാനകേന്ദ്രങ്ങളിൽ വരുമ്പോൾ സത്യത്തിൽ നിങ്ങൾ ധ്യാനകേന്ദ്രങ്ങളിൽ നിങ്ങൾ വരേണ്ടത്, സത്യത്തിൽ നിങ്ങൾ വരേണ്ടതെന്നറിയാമോ? ഈ പരിശീലനത്തിനാണ്. ഇവിടെ അത് കിട്ടും. അടങ്ങിയിരിക്കാം, ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കാം, കർത്താവിന്റെ സന്നിധിയിൽ ആരാധന സമർപ്പിക്കാം, ശരീരത്തെ ബലി കൊടുക്കാം, ദൈവം എന്താ ചെയ്തത് ദൈവവചനത്തിലൂടെ മനസ്സിലാക്കാം, കർത്താവ് ചെയ്ത വലിയ കാര്യങ്ങൾ തിരിച്ചറിയാം,
ആരാധിക്കാം. അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാനുള്ള ആ തടസ്സം മാറാൻ ഈ കുരിശിന്റെ വഴി അത് നമുക്ക് എടുക്കാം. അപ്പൊ അടുത്ത ആഴ്ച നിങ്ങൾ വരണം. വരേണ്ട എന്തിനാണെന്നറിയാമോ? വിശുദ്ധ സ്ഥലത്ത് കെട്ടിയിടാനല്ല, അതിവിശുദ്ധ സ്ഥലത്തേക്ക് ഒരു യാത്ര പോവാൻ. ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾക്കൊരു ദിവസം മനസ്സിലാവുകയാണ്, ഡാനിയലച്ചൻ്റെ സഹായം ഇല്ലാതെ, വിൽസനച്ചൻ്റെ സഹായം ഇല്ലാതെ, ധ്യാനകേന്ദ്രത്തിന്റെ സഹായം ഇല്ലാതെ, മൗണ്ട് കാർമലിൽ വരാതെ ഞങ്ങൾക്ക് ആത്മീയ അനുഭവത്തിലേക്ക് കയറാൻ പറ്റുന്നുണ്ട്. പിന്നെ മേലാൽ നിങ്ങൾ ഇവിടെ വരരുത്. അന്ന് നിങ്ങളുടെ അവസാനത്തെ വരവായിരിക്കണം. പിന്നെ നിങ്ങൾ വരരുത്. പിന്നെ നിങ്ങൾ എവിടെ പോയാലും ഇസ്രായേൽക്കാർ ചുമന്നു കൊണ്ടുപോയതുപോലെ സമാഗമ കൂടാരത്തെ നിങ്ങൾ ചുമന്നുകൊണ്ട് നടക്കും. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾ സമാഗമ കൂടാരത്തെ ചുമന്നുകൊണ്ടാണ് പോകുന്നത്. പിന്നെ നിങ്ങൾക്ക് ഒരു ധ്യാനകേന്ദ്രത്തിന്റെ ആവശ്യമില്ല. ദൈവം അതിശക്തമായ അഭിഷേകം നമ്മുടെ മേലായിരിക്കും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ശലോം ടെലിവിഷനിലൂടെ കർത്താവെ ഇതിൽ സംബന്ധിക്കുന്നവരുമായ എല്ലാ മക്കൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി പ്രിയപ്പെട്ട മക്കളെ, ആരെയും ശ്രദ്ധിക്കരുത്. നിങ്ങളുടെ സ്വരം മറ്റുള്ളവർ കേൾക്കട്ടെ. ഒരു നാണക്കേടും വിചാരിക്കരുത്. ശരീരത്തെ ബലിയായി അർപ്പിച്ചുകൊണ്ട് അതിനെ തുറന്ന് സ്വരം ഉയർത്തി സ്തുതിക്കുന്നു. ഹാലേലുയ 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 ഹാലേലുയ. ചത്തി വിളിക്കുന്നു ഈശോയേ, ഈശോയേ, ഈശോയേ. ക്ഷേമസ്ഥിതിയിലായിരിക്കുന്നത് പോലെ നീ എല്ലാ കാര്യങ്ങളിലും അഭിവൃദ്ധി പ്രാപിക്കാൻ, നിനക്കെല്ലാ കാര്യങ്ങളിലും അനുഗ്രഹം ഉണ്ടാവണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ദിവ്യകാരുണ്യ ഈശോയെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ആരാധന. ശ്രാപികളെ കണ്ടേ ഛായ നിൻ മുമ്പിൽ ബാറക്കുമോ കുറിയേ ലൈസോ പരിശുദ്ധൻ നീ പരിശുദ്ധൻ ഹല്ലേലൂയ പരിശുദ്ധൻ നീ ദൈവസുതാ ബാറക്കുമോ കുറിയേ ലൈസോ
കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പരിശുദ്ധ കുർബാനയിലെ ഈശോയെ ഏറ്റവും സ്നേഹത്തോടെ നമുക്ക് ആരാധിക്കാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ ആലയത്തിൽ ഇന്ന് നാം ദൈവത്തിൻ്റെ വചനം കേട്ടു, കർത്താവിനെ നാം ഓർത്തു, ദൈവം ചെയ്ത അത്ഭുത പ്രവൃത്തികളെ ധ്യാനിച്ചു. ഇപ്പോൾ ദൈവത്തിന് നന്ദി പറയാൻ, വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ, കർത്താവിനെ സ്തോത്രവും ആരാധനയും മഹത്വവും പാടി മഹത്വപ്പെടുത്തി ആരാധിക്കാൻ, ദൈവത്തിന് നന്ദി പറയാൻ ദൈവം നമുക്ക് ഇപ്പോൾ അവസരം തന്ന് നമ്മെ മാടി വിളിക്കുകയാണ്. കരങ്ങൾ ഈശോയുടെ സന്നിധിയിലേക്ക് നമുക്ക് ഉയർത്തിപ്പിടിക്കാം. നിസ്സഹായമായൊരു കുഞ്ഞിൻ്റെ ശരീരഭാഷയാണത്. എൻ്റെ ജീവിതം പൂർണ്ണമായി ദൈവമേ നിൻ്റെ കരങ്ങളിൽ മാത്രമാണ് സുരക്ഷിതമായിരിക്കുന്നത് എന്ന് നമ്മൾ ഏറ്റുപറയുകയാണ്. ദൈവം നൽകിയ എല്ലാ ദാനങ്ങളെയും ഓർക്കാം. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നമ്മളെ വഴി നടത്തിയ അനുഭവങ്ങൾ ഓർക്കാം. കർത്താവ് നയിച്ച വഴികൾ ഓർക്കാം. അമ്മ മക്കളെ എന്ന പോലെ കൈകളിലെടുത്ത് കൊണ്ടു നടന്നത് ഓർത്തുകൊണ്ട് ഈ നിമിഷം എല്ലാ ഹൃദയങ്ങളും ദൈവത്തോടുള്ള നന്ദി കൊണ്ട് നിറഞ്ഞ്, പ്രിയമക്കളെ, എല്ലാം മറന്ന് ആരെയും ശ്രദ്ധിക്കാതെ അതിനെ തുറന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ചൊല്ലി വിളിക്കട്ടെ ഈശോയെ. ചൊല്ലി വിളിക്കുന്നു ഈശോയെ. കരങ്ങളടിച്ച് ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു ദൈവപിതാവിനെ ആരാധിക്കുന്നു. 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 ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു യേശുവിനെ ഞങ്ങൾ 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 ആരാധിക്കുന്നു. കരങ്ങളടിച്ച് എല്ലാം മറന്ന് പാടി ആരാധിക്കണം. ആരെയും ശ്രദ്ധിക്കരുത്. ശരീരത്തെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കും. സജീവ ബലിയായി ശരീരത്തെ സമർപ്പിക്കും. ശരീരം കൊണ്ട് ഇന്നോളം ചെയ്ത എല്ലാ തെറ്റുകൾക്കും മാപ്പ് ചോദിച്ചു. ശരീരത്തെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഓർത്ത് മാപ്പ് ചോദിച്ചു.
ശരീരത്തെ സജീവമായ ഒരു ബലിയായി സമർപ്പിക്കാൻ കൃപ യാചിച്ചുകൊണ്ട് കർത്താവേ, കരങ്ങളടിക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ശരീരങ്ങളെ സമർപ്പിക്കുകയാണ്. കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങളെ ഈ ബലിപീഠത്തിൽ സമർപ്പിക്കുകയാണ്. നന്നായിട്ട് കരങ്ങളടിച്ച് ഉച്ചത്തിൽ പാടി പ്രാർത്ഥിക്കണം. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, പരിശുദ്ധാത്മാവിനെ ആരാധിക്കുന്നു. 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 ഓ അത്യുന്നതനായ ദൈവത്തിന്റെ ശക്തിയെ, ആലയത്തിൽ ഇറങ്ങി വരണമേ. എല്ലാ മക്കളിലും ഇറങ്ങി, അൾത്താരയിൽ നിന്ന് ഇറങ്ങി വലിയ ശക്തിയായി ഹൃദയങ്ങളിൽ കത്തി ജ്വലിക്കണമേ, വന്ന് നിറയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാം മറന്ന് ആരാധിക്കണം, എല്ലാം മറന്ന് പ്രാർത്ഥിക്കണം, ആരെ ശ്രദ്ധിക്കരുത്, എല്ലാം മറന്ന് പ്രാർത്ഥിക്കണം. ഓ ദൈവമേ, ഓ ദൈവമേ, ഓ ദൈവമേ, ദൈവത്തിന്റെ പരിശുദ്ധനെ, ഓ പരിശുദ്ധനെ, 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 ചോദ്യം വിളിക്കട്ടെ ഈശോയെ. കരങ്ങളടിച്ച് ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ, പരിശുദ്ധൻ. ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ, പരിശുദ്ധൻ. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ, പരിശുദ്ധൻ. മറന്ന് ആരാധിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രിയമക്കളെ, പരിസരം മറക്കണം, കണ്ണുകൾ അടയ്ക്കണം, ഹൃദയത്തെ ഏകാഗ്രമാക്കണം. ശരീരത്തെ സമർപ്പിച്ചവർ, മനസ്സിനെ സമർപ്പിച്ചവർ ആത്മാവിലെത്തും, ആത്മാവിന്റെ ലോകത്തെത്തും. കൃപാസനത്തിൽ ദൈവം ഇറങ്ങി നിൽപ്പുണ്ട്. നീ എത്തിയാൽ മതി. ഈ തിരശീല കയറി നീ അകത്തേക്ക് കയറിയാൽ ദൈവം അവിടെയുണ്ട്. ദൈവം ഇറങ്ങി നിൽപ്പുണ്ട്. പ്രിയമക്കള്, അഭിഷേകം ചോദിക്ക്. സഹിക്കാൻ അഭിഷേകം, തോൽക്കാൻ അഭിഷേകം, താഴാൻ അഭിഷേകം, കുരിശിൽ തറയ്ക്കപ്പെടാൻ അഭിഷേകം, എളിമപ്പെടാൻ അഭിഷേകം, എളിയ പ്രവർത്തികൾ ചെയ്യാൻ അഭിഷേകം.
അഹങ്കാരമില്ലാതാവാൻ അഭിഷേകം, അസൂയ മാറാൻ അഭിഷേകം, കോപമില്ലാതാവാൻ അഭിഷേകം, ശാന്തത കിട്ടാൻ അഭിഷേകം. കർത്താവേ, കർത്താവേ, ആത്മാവ് ഇറങ്ങി വരണമേ. ശക്തിയോടെ നന്നായിട്ട് കരങ്ങളടിച്ച് പൊന്നലരിയിൽ നല്ല കിന്നരമിട്ട് ബാബിലോണിൽ കണ്ണുനീരിൽ ആരാധിച്ചപ്പോ, പൊന്നലരിയിൽ നല്ല കിന്നരമിട്ട് ബാബിലോണിൽ കണ്ണുനീരിൽ ആരാധിച്ചപ്പോ, പണ്ടുമീറിയ തപ്പുതാളത്താൽ ആരാധിച്ചപ്പോൾ ഞങ്ങൾ ആരാധിക്കുന്നു. പണ്ടുമീറിയ തപ്പുതാളത്താൽ ആരാധിച്ചപ്പോൾ ഞങ്ങൾ ആരാധിക്കുന്നു. ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. വിളിക്കട്ടെ ഈശോയെ. ഭൂതങ്ങളുടെ രാജാവേ, സർവശക്തനായ ദൈവമേ, സർവശക്തനായ ദൈവമേ, സ്വർഗ്ഗത്തിലെ ഞങ്ങളുടെ പിതാവേ, ആരാധിക്കുന്നു 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 ആരാധിക്കുന്നു. കണ്ണുനീരോടെ പ്രാർത്ഥിക്കും മക്കളെ. എല്ലാം മറന്ന് പ്രാർത്ഥിക്കും, എല്ലാം മറന്ന് പ്രാർത്ഥിക്ക്. നീ ഇറങ്ങി വരണമേ, നീ ജനത്തെ തൊടണമേ, നീ ദേശത്തെ വീണ്ടെടുക്കണമേ. കർത്താവേ, കർത്താവേ, ഞങ്ങളുടെ കണ്ണുനീരിൽ നീ ഇറങ്ങി വരണമേ. ഓ അത്ഭുതങ്ങളുടെ രാജാവേ, ഈ ജനത്തിന്റെ ക്ലേശങ്ങളിൽ ഇറങ്ങി വരണമേ. മഹത്വത്തിന്റെ ദൈവമേ, സർവാധിപനേ, സർവശക്ത ഉന്നതനായ ദൈവമേ, അത്ഭുതങ്ങളുടെ രാജാവേ, രാജാധിരാജ, ഈശോയെ 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 ഈശോയെ. പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കും മക്കള്, ചങ്ക് പൊട്ടി വിളിക്ക്. ഇറങ്ങി നടക്കണമേ, ഇറങ്ങി നടക്കണമേ, ഈ ആലയത്തിൽ അങ്ങ് ഇറങ്ങി നടക്കണമേ. ശക്തിയോടെ സ്തുതിക്കട്ടെ, മടുക്കാതെ പ്രാർത്ഥിച്ചോട് മക്കളെ. എല്ലാ മക്കളും പ്രാർത്ഥിച്ചു. അതിവിശുദ്ധ സ്ഥലം, ദൈവം ഇറങ്ങി വരുന്ന സ്ഥലം, കൃപാസനം, മഹത്വത്തിന്റെ ഇരിപ്പിടം, സമാഗമ കൂടാരത്തിൽ ഇറങ്ങി വന്നവരെ, ഇറങ്ങി വരണമേ, ഇറങ്ങി വരണമേ. പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക, എല്ലാ മക്കളും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. പുതിയ കൃപകൾക്കായി ദാഹിക്കുക, പുതിയ കൃപാവരങ്ങൾക്കായി ചോദിച്ച് പ്രാർത്ഥിക്കുക, ദാഹിച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് ഇറങ്ങി നിൽപ്പുണ്ട് മക്കള്, കർത്താവ് ഇറങ്ങി നടക്കുന്നുണ്ട്. എല്ലാ മക്കളും പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ.
അഴിയണം കർത്താവേ. രോഗക്കിടക്കുകൾ മാറ്റിവിരിക്കണം കർത്താവേ. രോഗബന്ധനങ്ങൾ അഴിയണം കർത്താവേ. കടബാധ്യതയിൽ ഇറങ്ങി ഇടപെടണം കർത്താവേ. അവരുടെ കണ്ണുനീരിൽ ഇറങ്ങി വരണം കർത്താവേ. ഹല്ലേലൂയ. കരങ്ങളടിച്ച് ആരാധന അങ്ങേക്കാരാധന, 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 ആരാധന അങ്ങേക്കാരാധന. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. എല്ലാ മക്കളും ഈശോയുടെ മുമ്പിൽ മുട്ടുമേ നിൽക്കുക. പ്രിയമക്കളെ, എല്ലാവരും പ്രാർത്ഥിക്കണം. ആരും അശ്രദ്ധരാവരുത്. ഈശോ സത്യമായും ഇറങ്ങി നിൽപ്പുണ്ട്. ഇപ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ കർത്താവ് ഇറങ്ങി വരുമ്പോൾ വലിയ കാര്യങ്ങൾ നടക്കും. എല്ലാം വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്ക്. എന്നെ പൊതിഞ്ഞു പിടിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. തിന്മ കാണാതെ കാക്കണേ എന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, നിന്റെ ഹൃദയത്തിൽ എന്നെ ചേർത്ത് വെക്കണേ എന്ന് പ്രാർത്ഥിക്കുക. ആത്മാവിൻ്റെ ലോകത്തേക്ക് പ്രവേശിക്കാൻ ക്രൂശിതനെ, ഉത്തിതനെ, മർത്യരെ കാത്തിടണേ. എന്നെ പൊതിഞ്ഞു പിടിക്കണേ. തിന്മ കാണാതെ കാക്കണേ. ഈശോയെ, നിന്റെ ഹൃത്തിനുള്ളിൽ, ഈശോയെ, നിന്റെ മേലങ്കിക്കുള്ളിൽ എന്നെ പൊതിഞ്ഞു പിടിക്കണേ എന്ന് പ്രാർത്ഥിക്കും. എല്ലാ മക്കളും കണ്ണുകൾ അടച്ച് വലിയൊരു ദൈവസ്നേഹം ഒഴുകി ഇറങ്ങട്ടെ. എല്ലാ ഹൃദയങ്ങളിലും ആത്മാവ് പ്രവേശിക്കട്ടെ. ശക്തമായ ദൈവാനുഭവം ഉണ്ടാവട്ടെ. ഏകാഗ്രമായിട്ട് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചു. എല്ലാ മക്കളും പ്രാർത്ഥിക്കും. കരങ്ങൾ ഈശോയിലേക്ക് തുറന്നു പിടിക്കാം. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. പ്രിയപ്പെട്ട മക്കളെ, ഈ സമയത്ത് കർത്താവിൽ നിന്ന് പ്രത്യേകമായി കൃപകളും വരങ്ങളും ദാനങ്ങളും ചോദിച്ച് പ്രാർത്ഥിക്കുക. ഈശോയുടെ വലിയൊരു അനുഗ്രഹം തരാൻ പ്രാർത്ഥിക്കുക. കർത്താവേ, ചേർത്തന്നെ പിടിക്കണേ. വലിയ സ്നേഹം ഇപ്പോൾ തരണമേ എന്ന് ആഗ്രഹിച്ച് കരങ്ങൾ ഈശോയിലേക്ക് നന്നായിട്ട് നീട്ടിപ്പിടിച്ച് ഉച്ചത്തിൽ വിളിക്കട്ടെ. ഈശോയെ, ഉച്ചത്തിൽ വിളിക്കുന്നു. ഈശോയെ, യേശുവേ, 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 യേശുവേ,